പലപ്പോഴും ഏറ്റവും നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള ഇൻസ്പയറിംഗ് സ്റ്റോറീസ് നോർമലി നമ്മൾ കണ്ട എല്ലാ ഇൻസ്പയറിംഗ് സ്റ്റോറീസും മോസ്റ്റ് ഓഫ് ദം ആർ കണക്റ്റഡ് ടു നമ്മുടെ ലോക്കൽ ആയിട്ടുള്ള ഓർഡിനറി പ്ലേസസ് എന്നാണ് ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്തത് അല്ലേ. നമ്മൾ മോസ്റ്റ് സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ലൈക്ക് എ വില്ലേജ് സ്കൂൾ ഓർ അങ്ങനത്തെ എന്തെങ്കിലും സ്ഥലത്ത് വെച്ചിട്ട്. അപ്പം അതുപോലെ ഇന്ന് എൻ്റെ കൂടെയുള്ള നമ്മുടെ ഗസ്റ്റ് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓൺടർപ്രണർ മാത്രമല്ല, അദ്ദേഹം ഒരു പെർഫെക്റ്റ് ബോഡി ബിൽഡറും കൂടെയാണ്. അതിലുപരിയായിട്ട് ഞങ്ങൾ ഒരുമിച്ച് VMHM വെച്ച സാനയാംകുന്ന് സ്കൂളിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചത് എന്നുള്ള ആ ഒരു എക്സൈറ്റഡ് മൂമെന്റും കൂടെ ഇതിന്റെ കൂടെ ഉണ്ട്. അപ്പം ഹി ഈസ് നൺ അതർ ദാൻ മിസ്റ്റർ റംഷി. ഹി ഈസ് ദ CEO ഓഫ് ന്യൂ വേൾഡ് ജിം ആൻഡ് ഫാറ്റ്ഫിറ്റ് ആപ്ലിക്കേഷൻ. അപ്പോ നമ്മുടെ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പാഷനെ അദ്ദേഹത്തിന്റെ കരിയറാക്കി മാറ്റിയ ഒരാളാണ്, ഒരു വ്യക്തിയാണ്. പല ആളുകൾക്കും പാഷൻ ലൈഫും ഉണ്ടാവും, പ്രൊഫഷണൽ ലൈഫും ഉണ്ടാവും. അവര് പ്രൊഫഷണൽ ലൈഫിൽ വളരെ ബിസി ആയിരിക്കും, അപ്പൊ അവരുടെ പാഷൻ ഫോളോ ചെയ്യാൻ വേണ്ടി അവർക്ക് സമയം കിട്ടാറില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം അവരുടെ പാഷന് വേണ്ടിയിട്ട് അവർക്ക് സമയം കിട്ടാത്തത് കാരണം അവരെങ്ങും അങ്ങനെ അല്ലാതെ എത്തിച്ചേർന്നില്ല. ഈവൻ അവർ എത്തിച്ചേർന്നാൽ പോലും അവർക്ക് ഇഷ്ടമില്ലാത്തൊരു സംഭവം അവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും, അവരുടെ നോർമൽ പ്രൊഫഷണൽ ലൈഫ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം അവരുടെ പാഷനിലേക്ക് ഫോക്കസ് ചെയ്യാൻ അവർക്ക് സമയം കിട്ടുന്നില്ല. ഇവിടെയാണ് നമ്മുടെ റംഷി ഡിഫറെന്റ് ആവുന്നത്. അദ്ദേഹത്തിന്റെ പാഷനെ അദ്ദേഹം ഒരു കരിയറാക്കി മാറ്റി അത് ഒരു വലിയൊരു ബിസിനസ് സാമ്രാജ്യമാക്കി മാറ്റുക എന്നുള്ള ഒരു യജ്ഞത്തിലാണ് റംഷി ഇപ്പോൾ ഉള്ളത്. അപ്പോ അദ്ദേഹം ഒരു മിസ്റ്റർ കേരളയായിരുന്നു. വെൽക്കം ടു ദ ഷോ. നല്ല മസിലാ കണ്ടില്ലേ? എനിക്ക് ആ മസിലൊന്നുമില്ല, പറയുമ്പോ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചാ അല്ലെ റംഷി? ഞാനിപ്പോ ഇങ്ങനെ ആലോചിക്കാണ്, നമ്മള് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ ഇങ്ങനെ ഒരു ഒരു ചെക്കനെ പോലെ ഇങ്ങനെ വന്നിട്ട് ക്ലാസ്സിൽ ഇരുന്നിട്ട് പോകുന്ന ഒരു ടൈപ്പ് ആയിരുന്നു അല്ലേ? അപ്പൊ ഞാൻ ശരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ട്, അങ്ങനെ വല്ലാതെ ആൾക്കാരോട് അങ്ങനെ ഇൻവോൾവ് ചെയ്യുന്ന സംഭവം അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു അല്ലെ? അപ്പൊ എനിക്ക് തോന്നുന്നത് അന്ന് തന്നെ നിന്റെ മനസ്സിൽ വേറെ എന്തോ ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും ഈ അന്നത്തെ ആ ഒരു ബാക്കിയുള്ള ലോകത്തിലേക്കൊന്നും വല്ലാണ്ട് ഫോക്കസ് ചെയ്യാണ്ട്. അപ്പൊ എന്തായിരുന്നു റംഷി ആ ഒരു സംഭവം, അന്നത്തെ ആ ഒരു സ്കൂളിൽ എന്തെങ്കിലും ഒരു സംഭവം എന്നെ ഇങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരുന്നു അല്ലെ? എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. അപ്പൊ എന്തായിരുന്നു ആ ഒരു സംഭവം എന്നുള്ളതൊന്ന് വിവരിക്കാവോ? അതായത് എനിക്ക് എന്താ പറയാ, ചെറുപ്പം മുതല് കുട്ടിക്കാലം മുതല് എങ്ങനെ മസിൽ ബിൽഡ് ചെയ്യണം, എങ്ങനെ മസിൽ ഉണ്ടാക്കണം, ഈ ഒരു ചിന്ത മാത്രമാണ് ആ സമയത്തൊക്കെ ഉള്ളത്. അപ്പൊ അതിനുള്ള മാർഗങ്ങൾ ഇപ്പോഴത്തെ പോലെ നമുക്ക് സോഷ്യൽ മീഡിയകളൊന്നും ഇല്ലല്ലോ. യൂട്യൂബ് ഇല്ല, ഇൻസ്റ്റാഗ്രാം ഇല്ല, ഒന്നുമില്ല. അങ്ങനെ ഒരു സംഭവം ഉള്ളതായിട്ട് പോലും നമുക്ക് അറിയില്ല. ആരെങ്കിലും ഇതുപോലെ എവിടെങ്കിലും മസിൽ ഉണ്ടാക്കുന്നുണ്ടോ, മസിലുള്ള ആൾക്കാരുണ്ടോ ഒന്നും എനിക്കറിയില്ല. നമ്മൾ കാണുന്ന നമ്മളെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ നല്ല മസിലുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അതുപോലെ എനിക്കും ആവണം. അപ്പൊ അതിനെന്ത് ചെയ്യണം എന്നുള്ള ഒരു സെർച്ചിങ്ങിലാണ്. അപ്പൊ അതാണ് എപ്പോഴും എന്റെ മനസ്സിൽ ഇങ്ങനെ എന്തോ ഉണ്ടായിരുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളിലൊന്നും അധികം ഒരു സ്കൂളിലുള്ള ഒരു തരികിട പരിപാടികളിലേക്കൊന്നും കിട്ടാറില്ല. അങ്ങനെ കൂട്ടി കൂടി ചെക്കന്മാരുടെ കൂടെ കറങ്ങി നടക്കുക അങ്ങനെ ഒന്നുമില്ല. ഞാൻ ക്ലാസ്സിൽ വരും, ക്ലാസ്സിലേക്ക് വെറുതെ നേരം വീട്ടിൽ വരുന്നു. അപ്പൊ മെയിൻ ആയിട്ട് ഇതായിരുന്നു മസിൽ ഉണ്ടാക്കുക, അതായിരുന്നു സംഭവം. അതായത് അപ്പൊ റംഷി, അപ്പൊ അന്ന് ഈ ഒരു സംഭവം അന്ന് തന്നെ എന്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ എപ്പോഴെങ്കിലും റംഷി വിചാരിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഒരു മിസ്റ്റർ കേരള എന്നുള്ള ഒരു ടൈറ്റിലേക്ക് റംഷി എത്തുന്നു? അതുപോലെ തന്നെ ഇപ്പൊ അറിയപ്പെടുന്ന ഇപ്പൊ എത്ര ബ്രാഞ്ച് ഉണ്ട് നമ്മുടെ ന്യൂ വേൾഡ് ജിമ്മിൽ? 5 ബ്രാഞ്ച്. ഇപ്പൊ കാലിക്കറ്റിൽ വലിയൊരു മാസീവ് ആയിട്ടുള്ള ഒരു വെൽനസ് സെന്ററും കൂടെ വരുന്നുണ്ട്, ഇതിന്റെ കൂടെ ഫിറ്റ്നസ് സെന്റർ. അപ്പം ഇങ്ങനെ ഒരു സംരംഭത്തിലേക്ക് എത്തുന്ന ഒരു മിസ്റ്റർ കേരള ആവുന്നു അന്ന് എങ്ങനെങ്കിലും വിചാരിച്ച് അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായിരുന്നു അന്ന്? അതിന് വേണ്ടിയിട്ടൊന്നും ഞാൻ അന്നൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ മനസ്സിൽ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു, മസിൽ ഉണ്ടാക്കണം എന്നുള്ള ഒരു സംഭവം മാത്രം, എന്തൊക്കെ ചെയ്യണം അത് മാത്രമേ ഉണ്ടായിരുന്നത്. അത് ശരി. അപ്പൊ അന്ന് നമ്മളെ സ്കൂളുകളിലൊക്കെ ഉണ്ടെങ്കിലും ഇപ്പൊ നമ്മള് മസിൽ ഉണ്ടാക്കണം എന്ന് നീ പറഞ്ഞല്ലോ. അപ്പൊ അന്ന് വലിയ ജിമ്മുകളും അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. അപ്പൊ അന്നത്തെ ആ ഒരു ചലഞ്ചസ് എന്തൊക്കെയായിരുന്നു? ഇപ്പൊ മസിൽ ഉണ്ടാക്കണം എന്നുണ്ട്, പക്ഷെ അന്ന് എന്തൊക്കെ ചലഞ്ചസ് ആയിരുന്നു റംഷിക്ക് ഈ ഒരു മസിൽ ഉണ്ടാക്കണം എന്നുള്ള ഒരു ഗോളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അന്ന് ഉണ്ടായിരുന്നത്? മസിൽ ഉണ്ടാക്കാൻ ശരിക്കും ഇപ്പൊ നമുക്ക് അന്നത്തെ പോലെ ഇന്നുള്ള പോലെ ജിമ്മുകളും മെഷീനറികളും അല്ല ഡംബൽസുകളും ഒന്നും അവൈലബിൾ അല്ല. കിട്ടൂല. അതെ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഈ പുള്ളപ്പ് ചെയ്യും, പുഷപ്പ് ചെയ്യും, ഇതൊക്കെ മാക്സിമം കുറെ റെപ്സ് കുറെ ചെയ്യും. പിന്നെ നമ്മള് വീടിന്റെ അടുത്തൊക്കെ ഉള്ള ആൾക്കാർ, ഈ മറ്റേ മരത്തിൽ കയറുന്ന ആൾക്കാർക്ക് നല്ല മസിലുകളാണല്ലോ, മരം കയറാൻ പോകുന്ന ആൾക്കാർ, ഭയങ്കര മസിലുണ്ട്. നല്ല മസിലുണ്ട്. അപ്പൊ ഞാൻ എനിക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. അപ്പൊ ഓല് മരം വെട്ടുമ്പോഴും അങ്ങനത്തെ തെങ്ങിന്റെ മുകളിൽ കയറുന്ന ആൾക്കാരൊക്കെ അടുത്ത് പോയിട്ട് അങ്ങനെ നോക്കിക്കും. അപ്പൊ ഇവർ കയറുന്ന സമയങ്ങളിൽ വല്ല മസിലുകൾ ഇങ്ങനെ ഇളകി കളിക്കും. ഞാൻ ഓരോ മസിലുകൾ ഇങ്ങനെ വലുതാന്നൊക്കെ നോക്കിക്കും. അപ്പൊ പിന്നെ ഞാനും മരത്തിൽ കയറാൻ തുടങ്ങി, മസിൽ ഉണ്ടാക്കാൻ വേണ്ടി മരത്തിൽ കയറാൻ തുടങ്ങി. തെങ്ങിനോളൊക്കെ കയറും മസിൽ ഉണ്ടാക്കാൻ വേണ്ടി വെറുതെ കയറി ഇറങ്ങാ അങ്ങനെ ചെയ്തോണ്ട്.
വീട്ടിൽ നിന്ന് പറയും വീണു പോകും, മരത്തിനുള്ളത് വീഴും. കാരണം ചെറിയ കുട്ടിയല്ലേ, 12-13 വയസ്സുള്ള സമയത്താണുള്ളതൊക്കെ ചെയ്യുന്നത്. അതെ അതെ. അപ്പൊ ഇവർക്ക് പേടിയാണ്. നമ്മ പിന്നെ കുറെ സേഫ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ കുറെ പുഷപ്പ്, പുള്ളപ്പ്, അങ്ങനെ പിന്നെ നീന്താൻ പോകും, സ്വിമ്മിങ്. സമയം പുഴയിൽ പോയി നല്ല നീന്തുക. ശരി. പിന്നെ ഞാൻ നോക്കുമ്പോ നമ്മള് പുഴയിൽ കുറെ ആൾക്കാർ മണൽ വരുന്നുണ്ടോ. ഈ മണൽ വരുന്ന ആൾക്കാർക്ക് നല്ല മസിലായിരിക്കും. അപ്പൊ ഞാൻ പിന്നെ ഓരോരുത്തർ പോയി പറഞ്ഞിട്ട് ഞാൻ മണൽ വരാൻ കൂടട്ടെ. അപ്പൊ മസിൽ ഉണ്ടാക്കാനുള്ള എല്ലാ പരിപാടിയിലും അങ്ങനെ കഴിഞ്ഞ് പുഴയിൽ തോണി തോയുന്ന ആൾക്കാർ അവർക്ക് നല്ല മസില. ഞാൻ തോണി തോയാൻ തുടങ്ങി. ശരി. തോണി കഴിയുമ്പോ നല്ല മസില. അപ്പൊ ഞാൻ ഇവരോട് പറയും, നിങ്ങള് ഭക്ഷണം കഴിക്കുന്ന സമയം ഞാൻ കേറിക്കോളാം, ഞാൻ തുഴഞ്ഞു തരാം, ഫ്രീ ആയിട്ട് ഞാൻ ചെയ്തോളാം. അങ്ങനെ ഞാൻ 12-13 വയസ്സുള്ള തോണി തുഴഞ്ഞു പോകുന്നത് അങ്ങനെ തോണി തുഴയാൻ തുടങ്ങി. തോണി കുത്തും, അങ്ങനെയുള്ള മസിൽ ഉണ്ടാവും എല്ലാ ആക്ടിവിറ്റി. അപ്പൊ അന്ന് മസിൽ ഉണ്ടാവലുണ്ടായിരുന്നു അല്ലേ? അന്ന് നല്ല മസിൽ. എനിക്കറിയാം, അന്ന് ഈ ഷർട്ട് ഇടുമ്പോഴൊക്കെ ഏകദേശം ഞങ്ങളെ കൂട്ടത്തിൽ അത്യാവശ്യം നല്ല അതുകൊണ്ട് ഞങ്ങൾ ആരും ഓനോട് കളിക്കാൻ പോയില്ലേ, അധികം തൊടാൻ പോയില്ല. അങ്ങനെ മസിൽ ഉണ്ടാകാൻ എന്തൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് പിന്നെ നമ്മളെ സൽമാൻ ഖാന്റെ സിനിമകള് ടിവിയിലൊക്കെ വരാൻ തുടങ്ങി. തിയേറ്ററിലൊന്നും അങ്ങനെ പോകാൻ കഴിയില്ലല്ലോ. സൽമാൻ ഖാന്റെ സിനിമകൾ കാണും. ഒരു വെള്ളിയാഴ്ച രാത്രിയൊക്കെ ഉണ്ടാവും, ടിവിയിലുണ്ടാവും. അന്ന് ദൂരദർശനാണല്ലോ. ഞാൻ അത് കുറെ കണ്ടിരിക്കും. പിന്നെ സൽമാൻ ഖാന്റെ ഫോട്ടോസ് മുക്കം ബസ് സ്റ്റാൻഡിന്റെ അവിടെ ഞായറാഴ്ചകൾ പോകും, പോസ്റ്ററുകള്. അങ്ങനെ രാവിലെ പോയിട്ട് അത് പോയി വാങ്ങും. 10 രൂപ ഉണ്ടാവുള്ളൂ. അതൊക്കെ വാങ്ങിട്ട് റൂമിനുള്ളിൽ ഫുൾ ആയിട്ട് ഒട്ടിച്ചേക്കും. എല്ലാ ഞായറാഴ്ച രാവിലെ പോയിട്ട് ഫോട്ടോ വാങ്ങിക്കൊണ്ട് ഒട്ടിക്കുന്ന റൂമിൽ നിറയെ ഫോട്ടോസാണ്. അപ്പൊ എപ്പോഴും ആ ഒരു ലോകത്തായിരുന്നു. അതെ, രാവിലെ നമ്മൾ കണ്ണു തുറന്നിട്ട് കാണണം. കണ്ട് കുറെ നേരം. ഇത് വളരെ വലിയൊരു പോയിന്റ് ആണ്. ഇന്നത്തെ നമ്മുടെ ബിസിനസ് കോച്ചുകളും ആൾക്കാരൊക്കെ പറയുന്നത് ഈ ഒരു സംഭവമാണെങ്കിലും ഇത് പണ്ടേ റംഷി സ്റ്റാർട്ട് ചെയ്തതാണ്. നമ്മളെപ്പോഴും നമ്മുടെ ഗോളിനെ വിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ വിഷൻ സെറ്റ് ചെയ്തിട്ട് നമ്മളെപ്പോഴും അതിൽ ജീവിക്കുമ്പോഴാണ് നമ്മളത് ആയിത്തീരുന്നത്. അപ്പൊ അത് പണ്ടേ റംഷി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പൊ രാവിലെ ഇത് കാണണം. രാവിലെ കണ്ടിട്ട് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഞാൻ ആ ഫോട്ടോയിൽ അങ്ങനെ നോക്കി നോക്കും. ഞാനും ഇതേപോലെ എനിക്ക് ഇതുപോലെ ആവണം. എന്നിട്ട് അത് പറഞ്ഞിട്ടാണ് റൂമിൽ നിന്ന് ഇറങ്ങല്. അടിപൊളി. അപ്പൊ ഇതില് ഇപ്പം നമ്മള് സ്കൂൾ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. അപ്പൊ ഇതിലൊരു ടേണിംഗ് പോയിന്റ് ഉണ്ടല്ലോ. ഇപ്പൊ എനിക്കറിയാം, ഞാൻ ഈ ഒരു പച്ചക്കറി ഷോപ്പൊക്കെ അവിടെ നിന്ന് പണ്ട് നടത്തലുണ്ടായിരുന്നു അല്ലേ? അപ്പോ അതിന്റെ ആ ഒരു സംഭവം പറയാം. എങ്ങനെയാണ് ഈ ആ ഒരു പച്ചക്കറി ഷോപ്പിൽ നിന്നും ഒരു ന്യൂ വേൾഡ് ജിം എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് വരാണ്ട ഒരു ടേണിംഗ് പോയിന്റ് എങ്ങനെയാണ്? ഒരു ലൈഫ് ചേഞ്ച് ചെയ്യണം, എനിക്ക് ഇത് ഇങ്ങനെ പോയാൽ പോരാ, എനിക്ക് ഐ വാണ്ട് ടു ബിക്കം സമ്മൺ എന്നുള്ള ആ ഒരു രീതിയിലേക്ക് വരാൻ തുടങ്ങിയ ഒരു ടേണിംഗ് പോയിന്റ് എങ്ങനെയായിരുന്നു? എന്താ പറയാ, ഈ ഒരു ഭ്രാന്ത് തലയിൽ മൂത്ത് നടക്കുന്ന സമയമാണല്ലോ. അപ്പൊ എന്റെ ഒരു ജിമ്മിലേക്ക് വരുന്ന പറഞ്ഞാല് അന്ന് SLC പഠിക്കുന്നത് 98-ലാണ്. 98-ല് എക്സാം കഴിഞ്ഞു. അപ്പൊ SLC എക്സാം എഴുതുന്ന സമയം, അതിന് മുമ്പേ ഞാൻ ഒരു ജിമ്മ് മുക്കത്ത് പറഞ്ഞു. അപ്പൊ ജിമ്മ് പോകണമെന്നാണ് വീട്ടില് പ്രശ്നം ഉണ്ടാക്കി. അപ്പൊ എന്നോട് പറഞ്ഞു എക്സാം കഴിഞ്ഞിട്ട് പോവാ, അതിന് മുമ്പുള്ള പരിപാടി ഒന്നും ഏതായാലും പഠിക്കൂല. അപ്പൊ SLC എങ്കിലും എഴുതി കംപ്ലീറ്റ് ചെയ്ത് ബാക്കി പിന്നെ നോക്കാം. ഞാൻ അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് എക്സാം എഴുതി നേരെ മറ്റേ ഹോൾ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എറിഞ്ഞ് നേരെ ജിമ്മിൽ പോയി ചേർന്ന് പേയ്മെന്റും കൊടുത്ത് വർക്കൗട്ട് ഒക്കെ തുടങ്ങി. അങ്ങനെ 2-3 വർഷമൊക്കെ അവിടെ വർക്കൗട്ട് ചെയ്ത്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഫാമിലി ബിസിനസ്, ഹോട്ടലും ഇങ്ങനെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എല്ലാം ഉണ്ട്, അവിടെ ഇവിടെ ഒക്കെ ഉണ്ട്. അപ്പം അവിടെ നിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ നടന്നാ പോരാ, ജിമ്മിൽ നടന്നാ പോരാ, നിക്കണം. അപ്പം ജിമ്മിന് തൊട്ട് താഴെയാണ് ഈ ഫ്രൂട്ട്സിന്റെ വെജിറ്റബിൾ ഒക്കെ ഉള്ളത്. അപ്പൊ എന്നാ ജിമ്മിലേക്ക് പോകാൻ എളുപ്പം ഇതാണല്ലോ, ഞാൻ അവിടെ നിന്ന് ഞാൻ ഇവിടെ നിന്നുള്ളതാണ്. അങ്ങനെ അവിടെ നിന്ന് അപ്പൊ വൈകിട്ട് 4:30 ആകുമ്പോഴേക്കും ഞാൻ വിടും. ഞാൻ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിട്ട് അവിടെ നിൽക്കുന്നത്, അല്ലാതെ ഇതിന് വേണ്ടിട്ടല്ല. വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന ഉദ്ദേശം അതാണ്. പിന്നെ ഫുഡ് കഴിക്കാറ്, അതിന്റെ ഇടയിലൊക്കെ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ കിട്ടും. ഇതിനു വേണ്ടി എല്ലാ സംഗതികളും ഇവിടുന്ന് എനിക്ക് നടക്കും. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ എന്താ പറയുക, ഞാൻ വർക്കൗട്ട് ചെയ്യുന്ന ജിമ്മ് ഇവര് ക്ലോസ് ചെയ്ത് ഒഴിവാക്കാണ്. ശരി. ഞാൻ അന്നൊന്നും ഇതുപോലെ ഒരു ബിസിനസ് മൈൻഡിലുള്ള ആൾക്കാരില്ല. അങ്ങനെയാണ് ആ ഒരു ഇതിലേക്ക് ഞാൻ വരുന്നത്. അപ്പൊ ഞാനും എന്റെ ഒരു ഫ്രണ്ടും കൂടെ ഈ ഷോപ്പിൽ നിന്ന് ഞങ്ങൾ മാറി വേറെ എന്തെങ്കിലും ഒരു പുതിയ ബിസിനസ് ചെയ്യണം എന്നുള്ളൊരു പ്ലാനിങ് ഉണ്ട്. അന്ന് ആ ഒരു പ്ലാനിങ്ങിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞങ്ങളൊരു റൂമൊക്കെ നോക്കി. മൊബൈൽ ഷോപ്പ്, അന്ന് മൊബൈൽ വരുന്ന സമയം, മൊബൈൽ ഇറങ്ങുന്നേ ഉള്ളൂ. അപ്പൊ മൊബൈൽ ബിസിനസ് നല്ലതാവുന്നുള്ളതിൽ അതിലേക്ക് കടക്കാണ്. അപ്പൊ ഒരു റൂം എടുത്ത് അഡ്വാൻസ് ഒക്കെ കൊടുത്ത് അങ്ങനെ പെട്ടെന്ന് എന്റെ ഫ്രണ്ട് പറഞ്ഞു, ഇന്നോന് കയ്യിൽ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്, അപ്പൊ നടക്കൂല എന്നാണ്. അപ്പൊ എനിക്ക് ഒറ്റക്ക് ഇത് ചെയ്യാനും കഴിയില്ല. അപ്പൊ ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്ന് ഷോപ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോണ്ട് മോളിൽ നിന്ന് ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നുണ്ട്, ഡംബൽസ് തമ്മിൽ കൂട്ടിമുട്ടുന്ന സൗണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചു, എന്തിനാ ഞാൻ വെറുതെ മൊബൈലും വേറെലൊക്കെ ബാക്ക് പോകും, എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ഞാൻ അത് ചെയ്താൽ പോരെ. അപ്പൊ അത് ഏതായാലും ഒരു വിൽക്കുന്നുണ്ട്,
ഇത് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ജിമ്മനി ഉണ്ടാവില്ല. എനിക്ക് വർക്കൗട്ട് ചെയ്യണം, എനിക്കൊരു കാര്യം ഒരു ബിസിനസ്സും കാര്യങ്ങളും എന്തെങ്കിലും ആവും, ഇതിൽ നിന്ന് മാറണം. ഞാൻ ചെയ്യുന്ന സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം സംരംഭം തുടങ്ങണം. ഞാനിങ്ങനെ ഇവിടെ നിന്ന് ഒരു ചെറിയ കാര്യം ചെയ്യുന്നാല് എനിക്ക് എന്താ പറയാ നല്ല ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്ത് എന്താ പറയാ നമുക്ക് ഇഷ്ടമുള്ള കാര്യം നമുക്ക് ഒരുപാട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എനിക്ക് വേറെ എന്തെങ്കിലും എനിക്ക് മൈൻഡ് പോകുന്നില്ല, എനിക്ക് തന്നെ വേണം. അപ്പൊ വർക്കൗട്ട് ചെയ്യുന്നത് നല്ലത്. എനിക്ക് വാങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഒന്നും വർക്കൗട്ട് ചെയ്യാം. പിന്നെ ആരും ജിമ്മിൽ പോകുന്നതിന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഹോട്ടലൊക്കെ വാങ്ങിക്കുന്ന അതപ്പോ ജിമ്മിൽ ആരും കംപ്ലൈന്റ് പറയില്ല. ഇപ്പൊ എന്തിനാ ജിമ്മിൽ പോയത് ചോദിക്കില്ലല്ലോ, മതി നിർത്തിക്കൊന്നും ആരും പറയില്ല. ഞാൻ ജിമ്മ് തുടങ്ങിയപ്പോ എനിക്കൊന്നും അവിടെ പോലോ. അപ്പൊ ഞാൻ എനിക്കിത് ചെയ്യാൻ വേണ്ടി ഞാൻ ആ ജിമ്മ് വാങ്ങിച്ചു. അങ്ങനെയാണ് പാർട്ട്നേഴ്സ് ആരെങ്കിലും ഒറ്റക്ക് തന്നെ വാങ്ങി അതിന്റെ അഗ്രിമെന്റ് കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് ഞാനൊരു 6 മാസം കൊണ്ട് അതിന്റെ എല്ലാ ഇടപാടുകളും ക്ലിയർ ചെയ്ത് ഞാൻ അവിടുന്ന് അത് മാറ്റി. അതായത് ഞാൻ നിൽക്കുന്ന ജിമ്മ് ചെറിയ ജിമ്മ്, ഒരു 3-4 ചെറിയ റൂമുള്ളൂ. അപ്പൊ എനിക്ക് തോന്നി ഈ ജിമ്മ് പോരാ, കുറച്ചും കൂടെ അപ്ഡേറ്റ് ചെയ്യണം. ഞാൻ ട്രെയിനിങ് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ ആളുകൾ വരാൻ തുടങ്ങി. അതായത് നമ്മൾ ആൾക്കാരെ നല്ല രീതിയിൽ സംസാരിച്ച് ഇടപഴകി ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചു പറഞ്ഞ് നല്ലൊരു ട്രെയിനിങ് നമുക്ക് അന്ന് കൊടുക്കാൻ പറ്റി. പക്ഷെ അന്ന് ഞാൻ ക്വാളിഫൈഡ് ഒന്നും അല്ല. ഇഷ്ടം കൊണ്ട് അങ്ങനെ തുടങ്ങിയതാണ്. ഞാൻ തുടങ്ങി അന്ന് ജിമ്മിൽ പോയിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ചെയ്ത വർക്കൗട്ടിന്റെ എക്സ്പീരിയൻസ് അത് അവർക്ക് റിപ്ലിക്കേറ്റ് കൊടുക്കാൻ തുടങ്ങി. അപ്പൊ അവർക്ക് നല്ല റിസൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടപ്പോ എനിക്ക് തോന്നിയത് കുറച്ചുകൂടെ അപ്ഡേറ്റ് ചെയ്യാൻ കുറച്ചുകൂടെ ബെറ്റർ ആക്കണം എന്നുള്ളതിൽ ഞാൻ അവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക് മാറ്റി. അപ്പൊ മെഷീൻസ് ഒക്കെ ഒന്ന് മാറ്റി അപ്ഡേറ്റ് ചെയ്ത് നല്ല രീതിയിൽ അന്നത്തെ കാലഘട്ടത്തിൽ ഏകദേശം അവൈലബിൾ ആയിട്ടുള്ള നല്ല മെഷീൻസ് ഒക്കെ നമ്മൾ കൊണ്ടുവന്നത് ഏകദേശം എനിക്ക് തോന്നുന്നത് 22-23 വർഷം മുമ്പാ. അന്ന് ഇപ്പൊ എവിടെ കിട്ടാമെന്ന് അറിയില്ല, എവിടെ അവൈലബിൾ ആണെന്ന് അറിയില്ല. കാരണം ഇപ്പൊ നമുക്ക് സെർച്ച് ചെയ്താൽ അന്നത്തെ ഈ ഗ്ലോബലൈസേഷൻ ഒന്നും വല്ലാണ്ട് വന്നിട്ടില്ല. അത് എവിടുന്ന് കിട്ടുന്ന അറിയില്ല. അങ്ങനെ ഞാന് അന്വേഷിച്ച് തപ്പി പിടിച്ച് തൃശ്ശൂർ എത്തി. തൃശ്ശൂരിന്റെ ഒരു കോച്ച് ഉണ്ട് VM ബഷീർ, സാറിന്റെ അടുത്തെത്തി സാറിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ സാറാണ് എനിക്ക് ഫസ്റ്റ് മെഷീനൊക്കെ സാറിന്റെ കോച്ച്. സാറിന്റെ അടുത്ത് വന്ന് മെഷീൻസ് ഒക്കെ എടുത്തു കൊണ്ടുവന്ന് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പിന്നെ എനിക്ക് എന്താ പറയാ ജിമ്മ് നടത്തിയാൽ മാത്രം പോരല്ലോ, എന്റെ ഉള്ളിൽ വേറെ സാധനം ബോഡി ബിൽഡിങ് ചെയ്യണോ, അതിനാളൊക്കെ തുടങ്ങണം. കാരണം വീട്ടിൽ നിന്ന് എന്തായാലും ജിമ്മ് പോണ്ടെന്ന് അവർ പറയുന്നു. അപ്പൊ ഇത് തുടങ്ങിയ സമയത്തും വീട്ടുകാർക്ക് ഭയങ്കര പ്രശ്നമാണ്. ഇതൊരു ജോലിയല്ല, ഒരു പ്രൊഫഷണൽ അല്ല, ഇതിൽ നിന്നും ഒന്നും കിട്ടൂല. ഇത് രാവിലെയും വൈകിട്ടല്ലേ ഉള്ളൂ. അപ്പൊ ബാക്കിയുള്ള സമയം വെറുതെ ഒക്കെ അല്ലേ. അപ്പൊ എന്തെങ്കിലും ജോലി ചെയ്യണം, എന്തെങ്കിലും ചെയ്യാൻ ഒന്നും മൈൻഡ് ചെയ്യും, ഇത് മാത്രം മതി. നമ്മളെ ഫോക്കസ് മൊത്തം ഇതിൽ തന്നെയാണ്, ബാക്കി എന്ത് എക്സ്റ്റേണൽ ആയിട്ടുള്ള രാവിലെ വൈകിട്ടും പോകും, ജിമ്മിൽ പോവുക, ആൾക്കാർ ട്രെയിനിങ് കൊടുക്കുക, ഞാൻ എനിക്ക് വർക്കൗട്ട് ചെയ്യുക, എനിക്ക് വേണ്ട ഫുഡ് വാങ്ങുക, ഞാൻ ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക, ഈ ഒരു ലൈഫ് സ്റ്റൈൽ തന്നെ പോവാ കണ്ടിന്യൂ ചെയ്തോണ്ട്. അപ്പൊ ആൾക്കാർക്കും വീട്ടിലുള്ള ആൾക്കാർക്കും ഒരു മടുപ്പ്. കാരണം എന്താ ഇവന് ഇതുമായിട്ട്, കാരണം അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ ജിമ്മ് എന്ന് പറഞ്ഞാല് എന്താ പറയാ ഒരു ഗുണ്ട അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവമാണ്. വെൽനെസ് എന്നുള്ള ഒരു ഫിറ്റ്നസ് പെർസ്പെക്ടീവിലേക്ക് ആൾക്കാർ ചിന്തിച്ചു തുടങ്ങി. അറിയില്ല, അന്ന് ഞാൻ ഓൾറെഡി ഗുണ്ടാണ്, അതിന്റെ കൂടെ എനിക്ക് ഇതും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു ഞാൻ ശരിക്കും എന്താ പറയാ ഒരു വയലന്റ് പേഴ്സൺ ആണ്. കാരണം എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് റോങ് ആയി അടിപിടി കച്ചറായിട്ട് നടന്നു പോകുന്ന ഒരു സമയമാണ്. ശരിക്കും എന്നെ മാറ്റിയത് ജിമ്മാണ്. നമ്മുടെ ആ ഒരു ക്യാരക്ടർ തന്നെ ചേഞ്ച് ചെയ്ത് ഞാൻ ജിമ്മിലേക്ക് എത്തി കുറച്ച് ട്രെയിനിങ് ഒക്കെ കൊടുക്കാതെ എന്നെ ആൾക്കാർ റെസ്പെക്ട് ചെയ്യണം. വെരി ഗുഡ്. എന്നെ ആൾക്കാർ ബഹുമാനിക്കാനും നമ്മളെ കാണുമ്പോ എന്താ പറയാ ഒരു എന്തോ ഒരു സാധനം, ഒരു ബോണ്ട്. അപ്പൊ ഞാൻ എനിക്ക് തോന്നാണ് ഞാൻ നന്നാവണം. കറക്റ്റ്. അതെ, ഞാനിനി ഇങ്ങനെ നടന്നാ പോരാ, ഇന്നെ എവിടെ ചെന്നാലും ഇന്നെ അറിയുന്ന ആൾക്കാർ റെസ്പെക്ട് ചെയ്യുന്ന അറിയുന്ന ആൾക്കാർ എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പൊ ഞാൻ മോശമായ രീതിയിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് ഞാൻ അന്ന് തിരിച്ചറിഞ്ഞു. അതിനുശേഷം ഞാൻ അങ്ങനത്തെ മോശമായ ഒരു സാഹചര്യത്തിലൂടെ ഞാൻ കടന്നു പോകില്ല. ഞാൻ എപ്പോഴും എന്നെ കെയർ ചെയ്യും, കൺട്രോൾ ചെയ്യും, സെൽഫ് കൺട്രോൾ നല്ലോണം. മോശമാവുന്നല്ല, എന്നെ മോശം വരുന്ന സ്ഥലത്തേക്ക് ഞാൻ ഒരിക്കലും പോകില്ല. നമ്മൾ അന്നൊക്കെ കാലഘട്ടത്തില് ശരിക്കും ഗാനമേളന്റെ ഒക്കെ ഒരു ടൈമാണ്. അന്നാണ് ഈ അടിപിടി ഗാനമേള സമയത്ത് രാത്രി അടിപിടി നമ്മള് ഫ്രണ്ട്സ് ഒക്കെ പോകും. പക്ഷെ ഞാന് മനഃപൂർവ്വം നമ്മൾ ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു എൻവയറമെന്റ് കണ്ടെന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ ഞാൻ അവിടേക്ക് പോകാതിരിക്കും. പിന്നെ ഞാൻ പറയും എനിക്ക് ഉറങ്ങണം, രാത്രി 10 മണിയാകുമ്പോൾ ഉറങ്ങണം, രാവിലെ ജിമ്മിൽ പോകണ്ടാണ്, ഉറക്കം ഒഴിവാക്കിയുള്ള പരിപാടിയില്ല, ഒരു പരിപാടിക്ക് ഞാൻ പറ്റില്ല. ഞാൻ 10 മണിയാകുമ്പോൾ അന്നൊക്കെ കിടന്നുറങ്ങും, രാവിലെ 5 മണിക്കണം ജിമ്മിൽ പോകണം. അതിന് മുടക്കം വരുന്ന ഒരു കാര്യവും നമ്മള് പോകില്ല. കാരണം നമ്മളെ മെയിൻ പരിപാടി അതല്ല, നമ്മുടെ ലക്ഷ്യം വേറെയാണ്. ഞാൻ പിന്നെ എനിക്ക് ബോഡി ബിൽഡിംഗ് ചെയ്യാനുള്ള മൈൻഡില് ഞാൻ എന്റെ കോച്ച് ഒരു സുമേഷ് റാവു കാലിക്കറ്റ് ഉണ്ട്. അപ്പൊ ഞാൻ അറിഞ്ഞു ഇങ്ങനെ അവിടെ ഒരു നല്ലൊരു ട്രെയിനർ ഉണ്ട്, മൂപ്പര് ഇങ്ങനെ മിസ്റ്റർ കോഴിക്കോടാണ്. മിസ്റ്റർ കോഴിക്കോട് സുമേഷ് റാവു അല്ലെ? ഇപ്പൊ മിസ്റ്റർ ഇന്ത്യയാണ്, മിസ്റ്റർ ഇന്ത്യ മിസ്റ്റർ കേരളൊക്കെ അടിച്ചാലാണ്. അപ്പൊ അന്ന് ഞാൻ അറിഞ്ഞു ഇങ്ങനെ ഒരു കോച്ച്
അടിപൊളിയാണ്, നല്ല മസിലൊക്കെ ആണ്. അപ്പൊ ഞാൻ മൂപ്പരെ കാണാൻ പോയി. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ മൂപ്പര് എനിക്ക് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ഇവിടുന്ന് വണ്ടി എടുത്ത് അവിടെ പോയി വർക്കൗട്ട് ചെയ്ത് തിരിച്ചു വരും. ശരി, കോഴിക്കോട് പോയിട്ട് എനിക്കിവിടെ ജിമ്മുണ്ട്, ഓൾറെഡി ജിമ്മുള്ള ഞാൻ ജിമ്മിന് ടൈം അവിടെ പോയിട്ട് വർക്കൗട്ട് ചെയ്ത് ഞാൻ അങ്ങോട്ട് പോകും. അവിടെ 10 മണിയാകുമ്പോൾ ജിമ്മ് കൂട്ടി കഴിഞ്ഞാൽ അങ്ങോട്ട് പോയിട്ട് അവിടെ പോയിട്ട് വർക്കൗട്ട് ചെയ്ത് തിരിച്ചു വരും. ശരി, അങ്ങനെ ഡെയിലി പോയി വർക്കൗട്ട് ചെയ്ത് അങ്ങനെ ആ സമയത്താണ് ഞാൻ മിസ്റ്റർ കോഴിക്കോടാണ് ആദ്യം. 2006 മിസ്റ്റർ കോഴിക്കോട് ഫസ്റ്റ് ഞാൻ 2006 മിസ്റ്റർ കാലിക്കറ്റ് അല്ലേ? അങ്ങനെ 2006 മിസ്റ്റർ കോഴിക്കോടായി. ഞാൻ മിസ്റ്റർ കോഴിക്കോട് ആയപ്പോഴേക്കും ആൾക്കാർക്ക് പിന്നെ ശ്രദ്ധ കിട്ടാൻ തുടങ്ങി. ഈ ഏരിയയിലൊന്നും ആരും അങ്ങനെ മത്സരങ്ങൾക്ക് പങ്കെടുക്കില്ല, ഇതിനെ കുറിച്ച് അറിയാ പോലുമില്ല ചിലപ്പോ ആളുകൾക്ക്. ആ സമയത്ത് നമ്മൾ പോയിട്ട് ഇത് ചെയ്തു ആൾക്കാരെ അറിഞ്ഞ് ജിമ്മിലേക്ക് ആൾക്കാർ വരാൻ തുടങ്ങി. കാരണം എവിടെ പോയാലും മിസ്റ്റർ കോഴിക്കോട് എന്നുള്ളൊരു പേരും ഉണ്ടാവും. അതെ. പക്ഷെ എന്നാലും ആളുകൾ ഉള്ളിൽ ഈ ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കുറഞ്ഞ ആളുകൾക്ക് മാത്രം ആ ഒരു ഇത് വരുന്നുള്ളൂ. എന്താണ് ഇതിന്റെ ഒരു ഇത് എല്ലാവർക്കും പറ്റിയ കാര്യമല്ല, ടൈപ്പ് ആളുകൾക്ക് മാത്രം പറഞ്ഞതാണ്. ജിം എന്ന് പറഞ്ഞാല് ബോഡി ബിൽഡിംഗ് ആണ്. അന്ന് പോയാൽ വെയിറ്റ് എടുത്ത് പൊക്കുക, മസിൽ ഉണ്ടാക്കുക, ഇത് മാത്രമാണ്. വേറെ എല്ലാം ഒന്നിനും പറ്റൂല എന്നുള്ളതാണ്. പിന്നെ അന്നത്തെ ഒരു ധാരണ പറയും മസിലുള്ള ആൾക്കാരെ കൊണ്ട് വേറെ ഒന്നിനും കഴിയില്ല എന്നുള്ളതാണ്. ഇത് മാത്രമേ നടക്കുള്ളൂ, വേറെ പണികളും വേറെ ജോലികളും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണ അന്നുണ്ട്. കാരണം എന്താ പറയാ, ഇവര് ചെയ്യുന്നവരെ ആഗ്രഹം കൊണ്ടാണ്. വെറുതെ കള്ളു പിടിച്ചും വേറെയുള്ള മോശമായ കാര്യങ്ങൾ ചെയ്തും ശരീരം നശിപ്പിക്കാൻ. തീർച്ചയായും നല്ല ഭക്ഷണം കഴിച്ച് നല്ലോണം റെസ്റ്റ് എടുത്ത് ഡിസിപ്ലിനോട് കൂടി ജീവിക്കുന്ന ആൾക്കാരാണ് ബോഡി ബിൽഡേഴ്സ്. കാരണം ഓല് വേറെ ഒന്നിലേക്കും പോവില്ല. ഓരോ ജോലി ചെയ്യും, ഒരു ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കിയിട്ട് ഓല് ഭക്ഷണം കഴിക്കും, വർക്കൗട്ട് ചെയ്യും, ഒരു ലൈഫായിട്ട് മുന്നോട്ട് അവർ ആ ഒരു ഡിസിപ്ലിൻഡ് ലൈഫോട് കൂടി മുന്നോട്ട് ഒരു മറ്റുള്ള ഇതിൽ ഇടപെടില്ല. ഒരു അടിപിടി അപ്പൊ അവിടെ നടക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകും. രണ്ട് കാര്യമാണ്. ഒന്ന്, നമ്മളെ ബോഡി നമ്മുടെ ഹെൽത്ത് നല്ലപോലെ നിൽക്കുകയും ചെയ്യും, മറ്റുള്ള സംഭവങ്ങളിലേക്ക് നമ്മൾ പോയില്ല. മാത്രമല്ല കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ ശരീരമാണല്ലോ, വെറുതെ കൊണ്ട് കെടുത്താൻ നമ്മൾ പോകില്ല. നമ്മളിപ്പോ ഞാനൊക്കെ അന്ന് ശരിക്കും എന്താ പറയാ, ഒരു ടൈം കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങൂല, വെയിലുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട്. വെറുതെ ആണ് നമ്മൾ നല്ല രീതിയിൽ ഉണ്ടാക്കി ശരീരത്തിന് ദോഷമുള്ള ഒരു കാര്യം ചെയ്യൂല. ഉറങ്ങാൻ ടൈം ആകുമ്പോ ഉറങ്ങും. അപ്പൊ ഞാനൊരു അന്ന് രാവിലെ 11 മണിയാകുമ്പോ ഉറങ്ങും. വർക്കൗട്ട് കഴിഞ്ഞ് ഫുഡ് കഴിഞ്ഞ് രാവിലെ 11 മണിക്ക് ഞാൻ കിടന്നുറങ്ങും. എന്നിട്ട് ഒരു ഉച്ചക്ക് ഒരു 1 മണി 2 മണി വരെ കിടന്നുറങ്ങും. അതിന്റെ ഇടയിൽ ആര് വിളിച്ചാലും ആര് വന്നാലും ഞാൻ പോകില്ല, എനിക്ക് ഉറങ്ങണം. അത് കഴിഞ്ഞ് ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ട് 1 മണിക്കൂർ ഞാൻ വീണ്ടും ഉറങ്ങും, 4 മണി വരെ. അസർ വാങ്ങ് കൊടുക്കുമ്പോൾ എണീക്കും, നിസ്കാരം കഴിഞ്ഞ് ഞാൻ ജിമ്മിലേക്ക്. രാത്രി 10 ജിമ്മിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങും. ഇതാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ. ശരീരത്തിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ നമ്മൾ ചെയ്യും. അപ്പൊ ഇതില് റംഷി, ഇപ്പൊ നമ്മള് ന്യൂ വേൾഡ് ജിമ്മിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. ഇപ്പം ന്യൂ വേൾഡ് ജിമ്മിന് മൾട്ടിപ്പിൾ ബ്രാഞ്ചസ് ആയി അല്ലെ, അതിനുശേഷം 5 ബ്രാഞ്ചസ് അല്ലെ. അപ്പൊ ഇതില് ഇപ്പൊ ജിം എന്ന് പറയുമ്പോൾ ഒരുപാട് ജിമ്മുകളുണ്ട്, പല ജിം സെന്ററുകളുണ്ട്. അപ്പൊ ഈ ജിം സെന്ററിൽ നിന്നും നമ്മളെ വ്യത്യസ്തനാക്കുന്ന എന്തെങ്കിലും ഒരു എലമെന്റ് ഉണ്ടാവുമല്ലോ, അതുകൊണ്ടായിരിക്കുമല്ലോ റംഷിന്റെ ഈ ഒരു സക്സസ്, ഈ ബിസിനസ് സക്സസ്ഫുൾ ആയിട്ട് പോകുന്നത്. അത് നമ്മൾ USP എന്ന് പറയും, യുണീക് സെല്ലിംഗ് പോയിന്റ്. എന്താണ് ആ ഒരു യുണീക്നെസ് റംഷിയുടെ ന്യൂ വേൾഡ് ജിമ്മിൽ വരുന്ന ആളുകൾ മനസ്സിലാക്കിയെടുത്തോളൂ? ഞാൻ ജിമ്മ് തുടങ്ങിയ അന്ന് മുതല് ഇന്ന് വരെ ജിമ്മ് പോകും, ഡെയിലി ജിമ്മ് പോകും. ഓക്കെ. അതായത് ഞാൻ നാട്ടിലുണ്ടെങ്കിൽ ഞാൻ യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ ജിമ്മിന്റെ മെഷീൻ പർച്ചേസിങ്, ജിമ്മുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി, കോഴ്സ് ചെയ്യാൻ വേണ്ടിട്ട് അല്ല ഞാൻ യാത്ര ചെയ്തു. അല്ലാതെ ഞാൻ നാട്ടിലുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ജിമ്മിൽ ഞാൻ ഉണ്ടാവും, ഫുൾ ടൈം ഉണ്ടാവും. ഞാൻ അവിടുന്ന് ഇപ്പൊ വരാൻ ഇറങ്ങി പോകുന്നില്ല. ഞാൻ രാവിലെ വന്നാൽ ജിമ്മിൽ ഉണ്ടാവും, അത് കഴിഞ്ഞ് ജിമ്മ് ക്ലോസ് ചെയ്യുന്നവരെ അവിടെ ഉണ്ടാവും. ജിമ്മിൽ ഇരിക്കാൻ കഴിയില്ല, ഞാൻ ഡെയിലി ജിമ്മിൽ പോകും. കാരണം ഞാൻ ജിമ്മിൽ ഇരിക്കുമ്പോ എന്താവും, ആ ജിമ്മിന്റെ കാര്യങ്ങൾ മാറും. അതെ, ഞാൻ നേരിട്ട് ഇടപെടും, ഞാൻ നേരിട്ട് ട്രെയിനിങ് കൊടുക്കും. അപ്പൊ വരുന്ന ആളുകൾക്ക്, ഇപ്പൊ ഞാൻ ചോദിച്ചത്, ഇപ്പൊ വരുന്ന ആളുകൾക്ക് മറ്റുള്ള ജിമ്മിൽ പോകുന്നതിൽ ഡിഫറെന്റ് ആയിട്ട് ഇപ്പൊ റംഷിന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ എന്താണ് അവർക്ക് ഫീൽ ചെയ്യുക? അതാ ഞാൻ പറഞ്ഞത്. ഞാനാണ് ജിമ്മിൽ ഇരിക്കുന്ന സമയത്ത് എനിക്കൊരു നിർബന്ധമുണ്ട്. അതായത് എന്റെ ജിമ്മിൽ വരുന്ന ഓരോ ആൾക്കാരെയും എനിക്ക് നേരിട്ട് കാണണം. ഒരാളെ പോലെ ഞാൻ മിസ്സാവില്ല. ആര് വന്ന്, അയാൾ എന്തിനു വന്ന്, അയാളുടെ ആവശ്യങ്ങൾ എന്താണ്, ഏത് ജിമ്മിലായാലും. അപ്പൊ അതായത് ഇപ്പൊ നമുക്ക് 5 ജിം ഉണ്ടെങ്കിൽ ആ ജിമ്മിൽ ഇപ്പൊ ഒരു പുതിയ ആള് ജോയിൻ ചെയ്ത് അയാൾക്ക് ഇപ്പൊ ഒരു ഇഞ്ചുറി ഉണ്ട്, നീ ഇഞ്ചുറി ഉണ്ട്, അല്ലെങ്കിൽ ബാക്ക് പെയിൻ ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും BP ഉണ്ട്, എന്താ ഹെൽത്ത് ഇഷ്യൂസ് ആണോ അത് ചോദിച്ചറിഞ്ഞിട്ട് നമ്മൾ ട്രെയിനിങ്ങിലേക്ക് കടക്കുള്ളൂ. അല്ലാതെ വെറുതെ ചെയ്യാൻ കഴിയില്ല. അപ്പോ ആ ആള് വന്നു കഴിഞ്ഞാൽ ഇയാൾ ഒരു ഇഞ്ചുറി ഉള്ള കേസ് വന്നാൽ ആ ജിമ്മിൽ എനിക്ക് കോൾ വരും. ഒരാൾ വന്നാണ്, ഇതാണ് അയാളെ പ്രോബ്ലം, എന്താ ചെയ്യേണ്ടത്, അയാൾക്ക് എന്ത് കൊടുക്കണം, വാമപ്പ് തുടങ്ങുന്ന സമയം മുതൽ അയാൾക്ക് എന്ത് കൊടുക്കണം എന്നുള്ളത്. അപ്പൊ ഞാനുള്ള ജിമ്മാണെങ്കിൽ അവിടെ നിന്ന്
ട്രെയിനർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, ഇന്ന രീതിയിൽ കൊടുത്താൽ മതി, ഇന്നത് കൊടുക്കരുത്, ഇത് ചെയ്താൽ മതി. ഞാൻ അല്ലാത്ത ജിമ്മാണെങ്കിൽ ഞാൻ പോകേണ്ട ആളാണെങ്കിൽ ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ തന്നെ ഞാൻ ആ ജിമ്മിലേക്ക് പോകും, ആളെ പോയി കാണും, കണ്ട് സംസാരിച്ചിട്ട് അവിടുന്ന് ശരിക്കും നമ്മളൊരു വർക്ക്ഔട്ട് പ്ലാൻ ഉണ്ടാവും, ആ ഒരു പ്ലാൻ എഴുതി കൊടുക്കും, അത് കൊടുത്താൽ മതി. അപ്പൊ ആ ഒരു കാര്യം ഞാൻ അന്ന് മുതലേ ഫോളോ ചെയ്യുന്നത്. അപ്പൊ റംഷിയുടെ ഒരു പ്രസൻസ് ആണ് ഇതിലെ മെയിൻ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവം അല്ലേ? ഞാൻ കാണാതെ ഒരു സംഗതി എന്റെ ജിമ്മിൽ നടക്കൂല. അതായത് എന്താവശ്യത്തിന് വന്ന ആളാണോ അയാളുടെ ആ ആവശ്യങ്ങൾ നിറവേറ്റി കിട്ടുക എന്നുള്ളത് നമ്മൾ മാക്സിമം. എനിക്ക് ഒരു നിർബന്ധം, കാരണം നമ്മളെ പ്രതീക്ഷിച്ചിട്ടാണ് ആൾക്കാർ വരുന്നത്. അവർക്ക് ചിലപ്പോൾ ഡോക്ടറെ കണ്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെ പോയി വർക്ക്ഔട്ട് ചെയ്യണം, കറക്റ്റ് ഇന്ന രീതിയിൽ ഫുഡ് കൺട്രോൾ ചെയ്യണം, ഇന്ന എക്സസൈസുകൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഒരു വളരെ പ്രതീക്ഷയോടുകൂടി നമ്മളെടുത്തേക്ക് വരും. അപ്പൊ നമ്മൾ ഇവരെ ജിമ്മിൽ കയറ്റി വിട്ടിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്തോളി എന്ന് പറയുന്ന കഴിഞ്ഞാൽ ഇവർ വരുന്ന കാര്യവും ഇവർ ചെയ്യുന്ന കാര്യവും ഓപ്പോസിറ്റ് ആയി കഴിഞ്ഞാൽ ഇത് കൂടുതൽ അത് വേഴ്സ് ആവാനാണ് ചാൻസ്. കാരണം ഇത് ഓപ്പോസിറ്റ് ആയി കഴിഞ്ഞാൽ എന്താവും, നമ്മളെ ജിമ്മിൽ ഒരാൾ വന്നിട്ട് ഇയാൾക്ക് രോഗം കൂടി, ഇയാൾക്ക് പരിക്ക് കൂടി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഇമേജ് അഡ്ജസ്റ്റ് ചെയ്യില്ല. അപ്പൊ ഏത് കേസ് വന്നാലും നേരിട്ട് ഞാൻ ഇടപെട്ടിട്ട്, നോർമൽ ഒന്നും ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാൻ കഴിയില്ല, അത്ര ആൾക്കാർ അല്ലാതെ ഇഞ്ചുറി കേസുകൾ, പരിക്കുള്ള ആൾക്കാർ, അങ്ങനത്തെ ആളുകൾ വന്നാൽ ഞാൻ നേരിട്ട് ഇടപെടും, ഞാൻ സംസാരിക്കും. ഇനിയിപ്പോ നേരിട്ട് കാണാൻ ഫോണിലെങ്കിലും സംസാരിച്ചിട്ട് അവർക്ക് വേണ്ട എത്ര ബ്രാഞ്ച് ആണെങ്കിലും നമ്മളുടെ എത്ര ബ്രാഞ്ച് വന്നാലും നമ്മളുടെ കയ്യിലൂടെ അതിന്റെ ഒരു നിർബന്ധം. അതെ അത് വളരെ വലിയൊരു കാര്യമാണ്. കാരണം അത് ആഗ്രഹിച്ചാണല്ലോ ആളുകൾ വരുന്ന എന്നെ വിശ്വസിച്ചിട്ടാണ്. ആ ഒരു രോഗം മാറാൻ വേണ്ടി വരുമ്പോ ഒരിക്കലും കൂടരുത്. അപ്പൊ ഇന്ന് വരെ ഇപ്പൊ ഇത്രയും കൊല്ലം 23 വർഷമായി, ഏകദേശം എനിക്ക് തോന്നുന്നത് 50,000-ന് മുകളിൽ ആൾക്കാർക്ക് നമ്മൾ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടാവും. അതിന്റെ 1,00,000 ഉണ്ടാവും എന്റെ അഭിപ്രായം. 50,000-ന് മുകളിൽ എന്തായാലും ഉണ്ടാവും. ഇന്ന് വരെ ഒരാള് ന്യൂ വേൾഡ് ജിമ്മിൽ വന്നിട്ട് നമ്മളടുത്ത് ട്രെയിനിങ് ചെയ്തിട്ട് ഒരു പരിക്ക് കൂടിയെന്നോ അല്ലെങ്കിൽ അവിടെ നിന്ന് തലറിങ്ങി വീഴുകയോ അല്ലെങ്കിൽ ഇന്ന ബുദ്ധിമുട്ട് കൂടിയെന്നോ ഒരാൾ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. അതായത് 50,000-ൽ കൂടുതൽ ആളുകളെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്, അതിലൊരു കംപ്ലൈന്റ് പോലും കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. വരാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അതെ. അപ്പൊ അതിനുള്ള ഏറ്റവും സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റംഷിയുടെ ഈ ഒരു മോസ്റ്റ് കെയറിംഗ് പാർട്ട് തന്നെയാണ്. അതായത് ആളുകളുടെ അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ച് അവർക്ക് വേണ്ട വർക്കൗട്ടും കാര്യങ്ങളും സജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ള ഒരു സംഭവം ചെയ്യുന്നത്. അപ്പൊ അവിടെ ഇതിന് വേണ്ട ഒരു മിസ്റ്റേക്ക് വരാനുള്ള ഒരു ചാൻസ് 0 ആണ്. അതാണ് ഇത്രയും ആളുകളെ ട്രെയിൻ ചെയ്തിട്ട്. ഞാനാലും എന്റെ ട്രെയിനേഴ്സിന്റെ കണ്ണിലൂടെ അല്ലാതെ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. വേറെ നിർബന്ധം എന്ന് പറഞ്ഞാൽ വേറെ ആൾക്കാരും വേറെ ജിമ്മുകൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോ എന്റെ മോൻ തന്നെ അവനോട് ചോദിച്ചാൽ മതി, മോൻ ചിലപ്പോ ദുബായില് ജിമ്മിൽ വർക്കൗട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഓന് അവിടുന്ന് വർക്കൗട്ട് ചെയ്ത് വന്ന ആൾക്ക് ഓൾറെഡി ട്രെയിനിങ് അറിയാം. അപ്പോ ഇയാൾ വന്ന് പറയും ഞാൻ അവിടെ വർക്കൗട്ട് ചെയ്താണ്, എനിക്കറിയാം, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞാൽ നടക്കൂല. ഞാൻ ചെയ്യിപ്പിക്കൂല. അപ്പൊ അങ്ങനെ സ്വന്തം ട്രെയിനിങ് ഒന്നും ഇവിടെ നടക്കൂല. നിങ്ങൾക്ക് എന്താണോ നിങ്ങളെ ആവശ്യം, നിങ്ങളെ ഫിറ്റ്നസ് ഗോൾ എന്താണോ അതിനനുസരിച്ചുള്ള ഒരു പ്ലാൻ നമ്മൾ സെറ്റ് ചെയ്ത് തരും. അതിനനുസരിച്ച് നിങ്ങൾ വർക്കൗട്ട് കഴിയില്ലെങ്കിൽ ജിമ്മിൽ പോവാം. എത്ര ആൾക്കാർ ഞാൻ റീഫണ്ട്. വളരെ ക്ലിയർ ആണ് സംഭവം. റംഷി പറഞ്ഞ സംഭവം വളരെ ക്ലിയർ ആണ്. അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും കാര്യങ്ങളും ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്, അല്ല അവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല. നമുക്ക് ബുദ്ധിമുട്ടാണ്, അവർക്ക് ബുദ്ധിമുട്ടാണ്, എഫേർട്ടാണ്. ഒരു ജിമ്മില് ഒരു ട്രെയിനർ അല്ല 2 ട്രെയിനറെ ഉണ്ടാവുള്ളൂ. കാരണം ഇവര് വെറുതെ നിൽക്കും, എവിടെയെങ്കിലും ഇരുന്ന് ഫോണിൽ കളിക്കും, ആൾക്കാർ വന്ന് ചോദിക്കുമ്പോ പറഞ്ഞു കൊടുക്കുള്ളൂ. നമ്മളെ ജിമ്മിൽ അങ്ങനല്ല. ഞാൻ 5-6 ട്രെയിനേഴ്സിനെ വെച്ചിട്ട് ഇവരിങ്ങനെ റൗണ്ട് ചെയ്യാണ്, എവിടെ ആൾക്കാർ മിസ്റ്റേക്ക് ചെയ്യുന്നത് നോക്കി കണ്ടുപിടിച്ച് ക്ലിയർ ചെയ്ത് കൊടുക്കും. ഇവരുടെ ഡ്യൂട്ടി അതാണ്. അല്ലാതെ ഇങ്ങോട്ട് വന്നിട്ട് ഒരു വർക്കൗട്ട് ചോദിക്കേണ്ട ആവശ്യമില്ല, അങ്ങോട്ട് പോകും. ഇവര് എവിടെ ഇരിക്കുക, ഒരു ഫോണിൽ കളിക്കുക, ഒന്നും ഒരു ചെയ്യില്ല. ഇവര് ഫുൾ ടൈം ജിമ്മിലൊന്നല്ല. എനിക്കറിയാം. ആളുകൾ ഇങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടേ നമ്മളൊരു പൊസിഷൻ തെറ്റിയാൽ തന്നെ അവര് വന്നിട്ട് അവർ നോട്ട് ചെയ്തിട്ട് അവരൊന്നും നിർബന്ധമാണ് എനിക്ക്. കാരണം ഈ ട്രെയിനേഴ്സിനെ ഞാൻ മോണിറ്റർ ചെയ്യും. ഇവരെന്ത് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ നോക്കും. ഇവരാർക്ക് ട്രെയിനിങ് കൊടുക്കും. ഇന്നലെ വൈകിട്ട് വരെ ഒരാള് ഒരു ട്രെയിനിങ് കൊടുക്കുകയാണ്. അപ്പൊ ട്രെയിനിങ്ങിൽ ഒരു ശരിക്കും ഒരു ഡമ്പല് പൊക്കേണ്ട ഒരു സ്ഥലത്ത് കുറച്ചും കൂടെ ഹൈറ്റിൽ പൊങ്ങി. അപ്പൊ ഞാൻ അവിടെ നിന്ന് ഞാൻ നോക്കുന്നുണ്ട്. അപ്പൊ ഈ ട്രെയിനർ മറ്റേ ട്രെയിനിങ് കൊടുത്തതിന് ശേഷം അവനെ വിളിച്ചു, ഈ വർക്കൗട്ട് ഇങ്ങനെയാണോ ചെയ്യേണ്ടതെന്ന് വെച്ചു, നിങ്ങളെ കണ്ടോന്ന് വെച്ചു. ഞാൻ കാണുന്നതാണ്, ഞാനത് കാണും. ഞാൻ അവിടെ നിൽക്കുന്നത് അയാളെ അടുത്ത് നിന്നിട്ട് ഈ രീതിയിൽ അയാൾ ചെയ്യുമ്പോ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ അയാൾക്ക് പറ്റുന്നില്ല, അയാൾ ടയർഡാണ്, അപ്പൊ അയാൾ എങ്ങനെങ്കിലും ചെയ്ത് തീർക്കട്ടെ എന്ന് വെച്ചിട്ട് ചെയ്യാണ്. അവൻ ഒരിക്കലും കാണിച്ചു കൊടുക്കരുത്. അവർക്ക് പറ്റുന്നില്ല, വെയിറ്റ് കുറക്കുക. പറ്റുന്നില്ല, ആ വർക്കൗട്ട് സ്റ്റോപ്പ് ചെയ്യുക, റോങ് ആയിട്ട് ചെയ്യിപ്പിക്കുക. നമ്മളെ കാണുന്ന ആൾക്കാർ ചുറ്റിലുണ്ട്, നമ്മളെ വേറെ ആൾക്കാർ ചുറ്റും കാണുന്നുണ്ട്. ഒരു ട്രെയിനർ അവിടെ നിന്നിട്ട് ഈ റോങ് ആയ വർക്കൗട്ട് സപ്പോർട്ട് ചെയ്ത് നിന്ന് ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് മോശമാണ്. കൂടെ ഇയാൾക്ക് ഇഞ്ചുറി വരും. ഇയാൾക്ക് ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഇയാൾക്ക് ഇഞ്ചുറി വരാതിരിക്കാനും
അത് സേഫായി വർക്ക്ഔട്ട് ചെയ്യണം. നമ്മുടെ അടുത്ത് വരുന്നത് ഒരിക്കലും നമ്മൾ ആ രീതിയിലേക്ക് ചെയ്യാൻ പാടില്ല. റിപ്പീറ്റ് ചെയ്ത് അതായത് എത്ര ബ്രാഞ്ചസ് ഉണ്ടെങ്കിലും അവരുടെ ട്രെയിനേഴ്സിനെ നല്ല രീതിയിൽ റംഷി മോണിറ്റർ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അതായത് റംഷി ശരിക്കും അവന്റെ ബിസിനസ്സിൽ ഈസ് വർക്കിംഗ് ഓൺ ദ ബിസിനസ് ആണ്, മനസ്സിലായില്ലേ? അപ്പൊ അത് വളരെ നല്ലൊരു ഒരു ക്വാളിറ്റിയാണ് അത് നമ്മുടെ ബ്രാൻഡിന്. എന്താ പറയാ, ഒരു മണി മേക്കിംഗ് അല്ല, പൈസ മാത്രം കിട്ടണം. ക്യാഷ് എപ്പോഴും ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് വന്നു. നമ്മള് 100% നമ്മൾ ക്വാളിറ്റിയോട് കൂടി എന്ത് കാര്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും ക്യാഷ് ഈസ് എ ബൈ പ്രോഡക്റ്റ്. അതെ, അത് താനേ വന്നോളൂ. നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യുമ്പോൾ അതിലൊരിക്കലും നമ്മള് എന്താ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. വെരി ഗുഡ്. അത് അടിപൊളിയായിട്ട് തന്നെ ചെയ്യാം, പെർഫെക്റ്റ്. എനിക്ക് നിർബന്ധം ബാക്കി പേഴ്സണൽ കാര്യങ്ങളൊക്കെ നമ്മൾ കോംപ്രമൈസ് ചെയ്യാം, പക്ഷെ ഇതില് നോ കോംപ്രമൈസ്. അതാണ്. അപ്പൊ അതിന്റെ വൈഫിനെ പറയും നിങ്ങള് ഇന്നെങ്കിലും ജിമ്മ് പോകാൻ തുടങ്ങി, നമുക്ക് എവിടെയെങ്കിലും കഴിഞ്ഞ് വന്നിട്ട് പോയാ മതി. അത്രേ നിന്നോ, അല്ല എനിക്ക് പോണെങ്കിൽ പോയിക്കോ, ഞാൻ വിട്ടുതരാം, ജിമ്മിൽ ഞാൻ പോകും. ഞാൻ ഇപ്പൊ രാത്രി ഒരു പുലച്ചക്ക് 3 മണിക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാല് പിറ്റേന്ന് രാവിലെ 6 മണിയാവുമ്പോൾ ഞാൻ പോയിരിക്കും. അതാണ് ആ ഒരു കൺസിസ്റ്റൻസിയാണ് റംഷിന്റെ ഒരു മെയിൻ ക്വാളിറ്റി. ഭയങ്കര ഇഷ്ടമാണ് ജിമ്മിൽ പോയി. അതെ അതെ അതെ, അവിടെ പോയി ഇരിക്കുമ്പോ ഒരു സന്തോഷം. കുറെ ആൾക്കാരെ കാണാം, നമുക്ക് ഇഷ്ടമുള്ള കുറെ ആൾക്കാർ. കറക്റ്റ്. അതെ, അത് കുറെ ആളുകളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞു തന്നെ വലിയൊരു സംഭവമാണല്ലോ. അതാണ് സന്തോഷം, അതാണ് നമ്മളെ സന്തോഷം. നമ്മള് ജിമ്മിൽ വരുമ്പോ ഒരാൾ വന്ന് പറയാണ് എനിക്ക് മുട്ടുകാരുണ്ടായിരുന്നു, മാറി പറയുമ്പോ നമുക്കൊരു സന്തോഷം. ആ ഒരു ഫീലിംഗ്. പോയിട്ട് ഡോക്ടർ മരുന്ന് കൊടുത്തിട്ട് ആ പെയിൻ കില്ലർ കഴിച്ച ആ സമയത്ത് വേദന ഉണ്ടാവും, പിന്നെ വേദന വരും. ഡോക്ടർ പറയണത് ജിമ്മിൽ പോയി നോക്കട്ടെ, അല്ല ഫിസിയോതെറാപ്പി ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ഒരു പറയും ഇനി ഇവിടെ നല്ല ഇനി ജിമ്മിൽ നിന്നാണ് ചെയ്യേണ്ടത്, ജിമ്മിൽ പോയി സ്ട്രെങ്തൻ ചെയ്യണം എന്നാണ് ആ ആള് നമ്മുടെ അടുത്ത് വന്ന്. ചിലപ്പോ സർജറി പറഞ്ഞ കേസ് ഉണ്ടാവും. സർജറി പറഞ്ഞ കേസുകള് ജിമ്മിൽ ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്കും. ചിലപ്പോ സർജറി ആവശ്യമില്ലാതെ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ അടുത്തേക്ക് ട്രെയിൻ വിടും. അതായത് മുക്കത്തുള്ള രാജു ഡോക്ടർ, എന്താ പേര് കേട്ട ഓർത്തോ ഡോക്ടേഴ്സ് ഒക്കെ നമ്മള് പേര് തന്നെ പറഞ്ഞിട്ട് ഇന്ന ആളടുത്ത് പോകണം എന്ന് പറഞ്ഞിട്ട് റെഫർ ചെയ്ത് വിടും. അങ്ങനെ 1-2 മാസം ട്രെയിനിങ് കൊടുത്ത് സർജറി പറഞ്ഞ കേസ് വരെ നമ്മൾ സർജറി ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. ഓരോ നമ്മുടെ അടുത്ത്, അത് ഓരല്ല, ഓരോ പാരന്റ്സ് ആണ് നമ്മുടെ അടുത്ത് വന്ന് പറയുന്നത് മോന്റെ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ആ കിട്ടുന്ന ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ഈവൻ കാശിന് പോലും ആ ഒരു നമുക്ക് ഫീലിംഗ് നമുക്ക് തരാൻ പറ്റും. നമുക്ക് ആളുകൾക്ക് രോഗം മാറ്റി കൊടുക്കുക സന്തോഷം. അതെ തീർച്ചയായും. അപ്പൊ റംഷി ഇപ്പം നമ്മള് ഇപ്പൊ ന്യൂ വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റംഷിയുടെ ഒരു ബ്രാൻഡാണ് സംഭവം, അല്ലെ? ഇപ്പൊ ന്യൂ വേൾഡ് ജിം അല്ല, ശരിക്കും പറഞ്ഞാൽ റംഷിയുടെ അടുത്തേക്കാണ് ആളുകൾ വരുന്നത്. യു ആർ ദ ബ്രാൻഡ്, അല്ലെ? അപ്പോൾ ആ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലും അവിടെയൊക്കെ റംഷിയുടെ വീഡിയോസും അതേപോലെ മോട്ടിവേഷണൽ കോഡ്സും കാര്യങ്ങളൊക്കെ ഞാൻ കുറെ മുന്നേ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ റംഷി ആ ഒരു രീതിയിൽ നല്ലപോലെ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഇങ്ങനെ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാന്നുള്ളൊരു സംഭവം എങ്ങനെയാണ് വന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? ഇപ്പൊ എനിക്ക് റംഷിനെ അറിയുന്നിടത്തോളം റംഷിക്ക് അങ്ങനത്തെ വലിയൊരു ബാക്ക്ഗ്രൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ റംഷി ഈ കാലഘട്ടത്തിന് അനുസരണമായിട്ടുള്ള ആ ബ്രാൻഡ് ബിൽഡിങ് നല്ലോണം ഫോക്കസ് ചെയ്യുന്നുണ്ട്, അല്ലെ? അപ്പൊ എങ്ങനെയാണ് ആ ഒരു ഇത് കിട്ടിയത്, ബ്രാൻഡ് ബിൽഡ് ചെയ്യണം എന്നുള്ള ആ ഒരു? കുറച്ച് കാര്യങ്ങൾ ഭയങ്കര നിർബന്ധമുള്ള ആളാണ്. അതായത് ഞാനൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് അതിൽ നമ്പർ 1 ആണ്. എന്താണ് ചെയ്യാൻ നമ്പർ 1 ആണ്. അതായത് മറ്റുള്ളവരെ തോൽപ്പിക്കാനല്ല, നമ്മൾ നമ്പർ 1 ആണ്. അതായത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ 100% പെർഫെക്റ്റ് ആയിരിക്കും. അപ്പൊ അതിന് എന്തൊക്കെ അതിന് വേണ്ട കാര്യങ്ങൾ, സപ്പോർട്ടീവ് ആയിട്ടുള്ള എന്തൊക്കെ ചെയ്യാൻ വേണ്ട അതെല്ലാം ഞാൻ നോക്കും, സെർച്ച് ചെയ്തോണ്ടിരിക്കും. അപ്പൊ ഒരു സമയം കഴിഞ്ഞപ്പോ നമ്മൾ പറഞ്ഞ പോലെ വാട്സപ്പ് വന്ന്, അപ്പൊ വാട്സപ്പ് വന്ന സമയത്ത് സ്റ്റാറ്റസ് വരുന്ന സമയത്ത് ഞാൻ ഡെയിലി സ്റ്റാറ്റസ് ഞാൻ ഡെയിലി വർക്ക്ഔട്ട് ചെയ്യുന്ന വീഡിയോ എടുത്തിട്ട് സ്റ്റാറ്റസ് ഇടും. അത് എനിക്ക് ഒന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ ഈ വർക്കൗട്ട് ചെയ്യാൻ കറക്റ്റ് അറിയാത്ത ആളുകളുണ്ടാവും. ഇതെങ്ങനെ ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ഡെയിലി ഒരു വർക്കൗട്ട് ചെയ്തിട്ട് അതിന്റെ കറക്ഷൻസ് പറഞ്ഞു കൊടുക്കും. ചിലപ്പോൾ വർക്കൗട്ട് ഇടും. അപ്പൊ ഇത് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർക്ക് ഒരു ഗുണാണ്, ഇങ്ങനെ ആയിരുന്നില്ല ചെയ്യല് എന്ന് ചോദിക്കും. ഇതൊക്കെ ചെയ്യുന്ന ആളല്ല, വേറെ എവിടെയോ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അതൊരു ഹെൽപ്പ് എന്നുള്ള രീതിയിൽ അങ്ങനെ ഞാൻ ആ സംഗതി ചെയ്യും. അത് കഴിഞ്ഞ് ഇൻസ്റ്റാഗ്രാം വന്നപ്പോഴും ഇതേപോലെ ഫോട്ടോസും വീഡിയോസും ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യും. പിന്നെ എനിക്ക് തോന്നി ഇതിലൂടെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇതിലൂടെ ആൾക്കാരെ എങ്ങനെ അറിയിക്കാൻ പറ്റും. ജിമ്മിൽ ഇനീഷ്യലി ആ റെസ്പോൺസ് കണ്ടപ്പോ മനസ്സിലായി റിസൾട്ട് കിട്ടുന്നുണ്ട്, എൻജോയ് ചെയ്യാൻ തുടങ്ങി. നമ്മളെ വീഡിയോസും ഫോട്ടോസും കണ്ട ആൾക്കാർ വിളിക്കാൻ തുടങ്ങി, എവിടെ ജിമ്മ്. അങ്ങനെ പല ഭാഗത്തുനിന്ന് ആൾക്കാർ വിളികൾ വന്നു. എനിക്ക് തോന്നി ഇതിലൂടെ നല്ല രീതിയിൽ ചെയ്താൽ ബിസിനസ് ഗ്രോത്ത് ആവും, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ ജിമ്മിന് അങ്ങനെ ഒരു പ്രചാരത്തിലേക്ക് എത്തിക്കുന്ന ആളുകളില്ല. അതായത് ജിം ഓണേഴ്സ് ആണെങ്കിൽ പോലും ജിമ്മ് എന്താണെന്ന് പുറത്തേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന ആളുകളില്ല. അവരും ചിലപ്പോ അവർ അത്ര പാഷനേറ്റ് ആയിരിക്കില്ല,
അവര് ജസ്റ്റ് ആണെങ്കിൽ പോലും ഇതെങ്ങനെ എത്തിക്കണം അറിയില്ല. അപ്പൊ അന്നത്തെ സാഹചര്യത്തിൽ എന്റെ അറിയുന്ന കുറച്ച് സുഹൃത്തുക്കൾ വഴി എനിക്ക് ഇത് എങ്ങനെ പുറത്തേക്ക് എത്തിക്കാൻ ഞാൻ റിസർച്ച് നടത്തുക. അങ്ങനെയാണ് ഇങ്ങനത്തെ ഓരോരോ മീഡിയകൾ കിട്ടുന്നത്. അപ്പൊ അതിലൂടെ ഞാൻ ജിം എന്താണ് നമ്മൾ പറഞ്ഞു. കാരണം മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ബോഡി ബിൽഡിംഗ് മാത്രമാണ് ജിം എന്ന്. അപ്പൊ അതിൽ നിന്ന് എനിക്ക് തന്നെ മനസ്സിലായി എന്താ നമ്മുടെ അടുത്തേക്ക് വരുന്ന ആളുകളുടെ എണ്ണം മാറി വരികയാണ്. അതായത് അന്നൊക്കെ ബോഡി ബിൽഡിങ്ങിന് വേണ്ടി ചെയ്ത് വരുന്ന ആളിന് പകരം പ്രായം കൂടുതൽ 40, 45, 50 വയസ്സുള്ള ആൾക്കാർ പരിക്ക് പറ്റിയിട്ടും അസുഖങ്ങൾ ഉണ്ടായിട്ടും കൊളസ്ട്രോളും ബിപിയും അങ്ങനത്തെ ഓരോരോ അസുഖങ്ങൾ ഫിറ്റ് ആവാനും കൂടെ ആളുകൾ വരാൻ തുടങ്ങി. അപ്പൊ വരാൻ തുടങ്ങിയപ്പോ എനിക്ക് മനസ്സിലായത് ഇത് ബോഡി ബിൽഡിംഗ് അല്ല. കാരണം ആളുകൾക്ക് രോഗം മാറ്റി കൊടുക്കാൻ ജിം കൊണ്ട് പറ്റും, രോഗം വരാതിരിക്കാനും ജിം കൊണ്ട് പറ്റും, ആൾക്കാരെ ഹാപ്പി ആയി നിർത്താനും ജിം കൊണ്ട് പറ്റും. പല ഗുണങ്ങളുണ്ട്. എനിക്ക് തോന്നിയില്ല ഇത്ര ഗുണങ്ങളുള്ള ഒരു സംഗതി ഉണ്ടെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായി. ഇത്ര ഗുണങ്ങൾ ഉണ്ടെങ്കിലും ഇതൊന്നും ആളുകളിലേക്ക് പറ്റുന്നില്ല. അപ്പോഴാണ് ശരിക്കും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ വന്ന് അവിടെയാണ് ഇതെന്താന്ന് ആൾക്കാരെ അറിയിച്ചെടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ എന്റെ ഒരു പരസ്യവും മാത്രല്ല, എന്താണ് ജിമ്മ് പോയ എന്താണ് ആൾക്കാർക്ക് കിട്ടുക. ഇപ്പം ലോകത്ത് മുഴുവൻ ഉള്ള ആളുകൾ എല്ലാവരും എന്റെ ജിമ്മിൽ വരാൻ പറ്റൂല. എനിക്ക് എന്റെ ഒരു സറൗണ്ടിങ്ങിലുള്ള മാത്രമേ പറ്റുള്ളൂ. ബാക്കിയുള്ളവർ ഓൺലൈൻ ആയിട്ടല്ലേ അല്ല, ബാക്കിയുള്ള പല പല നാട്ടിലുള്ള ആൾക്കാർ ആ ജിമ്മിൽ പോയിക്കോട്ടെ. അവരുടെ ലോക്കൽ ജിമ്മുകളിലേക്ക് പോയിക്കോട്ടെ, പോയി അവിടെയുള്ള ജിമ്മുകളിൽ പോയി ജിം എന്താണ്. പക്ഷെ ഇത് ചെയ്യണം എന്നുള്ള സംഭവം നമ്മളെ അടുത്തേക്ക് വരിക എന്നുള്ളതല്ല, ആളുകൾ ഇത് ചെയ്യണം. ആളുകൾക്ക് ഗുണങ്ങൾ നമ്മൾ മനസ്സിലാക്കി എന്തൊക്കെ രോഗങ്ങളെ മാറ്റിയെടുക്കാൻ പറ്റും, ഇതിനെ കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളുണ്ട്. ഈ ബോഡി ബിൽഡിംഗും മസിൽ ഉരുട്ടലും മാത്രല്ല ജിം എന്ന് പറയുന്നത്. ഈ സ്ട്രെസ് ഉള്ള ആൾക്കാർക്ക് മാത്രം ചെയ്താൽ മതി. ഒരു ഡെയിലി ഒരു 1 hour വർക്ക്ഔട്ട് ചെയ്താൽ തന്നെ അവരുടെ പ്രോബ്ലംസ് ഒക്കെ മാറുന്ന ഹാപ്പി ആയിട്ടാണ്. റംഷി, ഇപ്പോ ഈ പറഞ്ഞു നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യലുണ്ട് കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ നിയമം നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളിപ്പോ വീഡിയോ ഒക്കെ ഇടുന്ന സമയത്ത് ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് തന്നെ നമ്മളെ വന്നിട്ട് ഓരോന്ന് പറയും, ക്രിട്ടിസൈസ് ചെയ്യും. എനിക്ക് വേറെ പണിയൊന്നുമില്ലടാ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ക്രിറ്റിസിസം ഫേസ് ചെയ്തു? ഒരുപാട്. നേരിട്ട് തന്നെ നമ്മൾ ഇവിടെ എത്തിയത്. കാരണം അത് നേരിടാതെ ആർക്കും മുളകെത്താൻ പറ്റും. അവിടെ നമ്മൾ തളർന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്. ഇതിലൊക്കെ നമ്മൾ പാട് ഉൾക്കൊള്ളും. നമ്മൾ ചെയ്യുന്നതിൽ എന്തോ ഒരു കാര്യമുണ്ട്, അതുകൊണ്ടാണ് ഇഷ്ടപ്പെടാത്ത എന്തോ ഒന്ന് നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരു സഹിക്കാൻ പറ്റാത്ത എന്തോ ഇതാണ് ചെയ്യുന്നില്ല. അല്ലാതെ നമ്മൾ ചെയ്യുന്നത് നല്ലതായിട്ടാണ് ഇതൊക്കെ വരുന്നത്, മോശമായിട്ടല്ല. അപ്പൊ എന്റെ ഉള്ളിൽ ഞാൻ ചെയ്യുന്ന എനിക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം ഞാൻ ഒരിക്കലും ഇന്ന എക്സ്പോസ് ചെയ്യാനോ ഞാൻ വലിയ സംഭവമാണ് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ഞാനല്ല ഇത് ചെയ്യുന്നത്. ഈ വർക്കൗട്ട് എങ്ങനെയാണ് കറക്റ്റ് ചെയ്യേണ്ടത് അത് ലോകത്തുള്ള പല ആളുകൾക്കും മനസ്സിലാക്കിയിട്ട് ചിലപ്പോൾ എല്ലാ ജിമ്മിലും നല്ല ട്രെയിനേഴ്സ് ഉണ്ടായിക്കൊള്ളുന്നില്ല. ട്രെയിനിങ് പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഫ്ലാറ്റുകളിലൊക്കെ ഉള്ള ആൾക്കാർ ജിമ്മിൽ ട്രെയിനർ ഉണ്ടാവില്ല, ചിലപ്പോൾ പോവാത്ത ആൾക്കാരും വെറുതെ വീട്ടിൽ നിന്ന് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ ഇവർക്ക് ഇത് എങ്ങനെ ചെയ്യാം, ഏതാണ് ഇതിന്റെ കറക്റ്റ് മെത്തേഡ്, അത് എത്ര എഫക്റ്റീവ് ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. അതായത് ഇത് റോങ് ആയി ചെയ്യുമ്പോൾ ഇഞ്ചുറി ആവും. ആ ഇഞ്ചുറി വരാതെ നമ്മൾ ഇത് എങ്ങനെ ചെയ്യാം. ഞാൻ ഡെയിലി കാണിച്ച് ഞാൻ ഏത് വർക്കൗട്ടാണോ ചെയ്യുന്നത് ഞാൻ അതിന്റെ ഒരു വീഡിയോ 1-2 വീഡിയോ ഞാൻ പോസ്റ്റ് കൊടുക്കും. ഇത് കണ്ടിട്ട് ആൾക്കാർ മനസ്സിലാവും. അപ്പൊ ചില ആൾക്കാർ ഇപ്പൊ ഒരു 100 ആൾക്കാർ കണ്ടിട്ടെങ്കിൽ ഒരു 5 ആൾക്കാർ പറയും അടിപൊളി ഇങ്ങനെ ആയിരുന്നില്ല ഇത് ചെയ്യല്, മനസ്സിലായത് താങ്ക്സും പറഞ്ഞിട്ട് ഒരു മെസ്സേജ് ചെയ്യും. അത് മതിയല്ല 95 ആൾക്കാരെ എന്തും പറഞ്ഞോട്ടെ മോട്ടിവേറ്റ് ചെയ്യും. കാരണം ഓരോ ഉദ്ദേശം എന്താ, നമ്മളിത് ചെയ്യരുത് വളരരുത്. അതായത് നമ്മൾ വളരുമ്പോഴാണ് നമുക്ക് ശത്രുക്കൾ കൂടെ. നമുക്കിത് വിഷയമുള്ള കാര്യമല്ല, നമ്മൾ ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യുന്നത്. മറ്റുള്ള ആൾക്കാർ എന്ത് നമ്മളെപ്പോഴും നമ്മളുടെ ഗോളിലേക്ക് ഫോക്കസ് ചെയ്ത് പോവാന്നുള്ളതാണ്. ബാക്കിയുള്ള ഡിസ്റ്റർബൻസ് ഒക്കെ ജസ്റ്റ് ഇഗ്നോർ. പോകുന്ന വഴിയിൽ ഇപ്പൊ ഒരുപാട് ആൾക്കാരെ കാണുന്നുണ്ടാവും, ഒരുപാട് പലതും പറയുന്നത്. നമ്മളെ വഴി അതല്ല. ഓരോട് റിപ്ലൈ ചെയ്യാലോ അതിന് സമയമില്ല. എത്തേണ്ട സ്ഥലം വേറെയാണ്. നമ്മൾ അതിലേക്കാണ് നമ്മളെ സ്ഥലം. വളരെ നല്ലൊരു പോയിന്റ് ആണ്. അപ്പൊ ഏതൊരു ഓൺടർപ്രനേഴ്സിനും മെയിൻ ആയിട്ട് ഉണ്ടാവേണ്ട സംഭവമാണ് തളരാൻ പാടില്ല. ഇപ്പം ഞാനിപ്പം റംഷിനോട് അടുത്തതായിട്ട് ഞാൻ ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യമാണ്. അതായത് നമുക്ക് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളും ഉണ്ടാവും. നമ്മളെ ഫ്രണ്ട്സ് തന്നെ, നമ്മളെ ക്ലോസ് ഫ്രണ്ട്സ് തന്നെ നമ്മളെ കളിയാക്കും ചിലപ്പോൾ. അപ്പോൾ അതിലൊന്നും നമ്മൾ തളരാതെ നമ്മുടെ ലക്ഷ്യം എന്താണോ അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് അതിലേക്ക് വേണ്ട സംഭവങ്ങൾ ചെയ്ത് അലൈൻ ചെയ്ത് പോവാന്നുള്ളതാണ് അല്ലെ. നമ്മളെ ക്ലോസ് സർക്കിളിൽ നിന്നും നമുക്ക് സപ്പോർട്ട് ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. ഫാമിലിയിൽ നിന്ന് കുറവ്, നമ്മൾ വിചാരിക്കാത്ത ആളുകളായിരിക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഭയങ്കര ടെൻഷൻ. നമ്മളെ വീട്ടുകാർ അല്ലെ നമ്മളെ ഫാമിലിയുള്ള ആൾക്ക് ഫ്രണ്ട്സ് ആരും ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പൊ നമ്മളൊരു ഫോട്ടോ നമ്മൾ ഇട്ട ഒരു ലൈക്ക് പോലും നമ്മള് ഉണ്ടാവില്ല, ഒന്നും പറയാ. പക്ഷെ നമ്മൾ എല്ലാരും കാണുന്നുണ്ട്, ഇവരെല്ലാരും ശരിയാ. അത് കണ്ടിട്ട് നമ്മള് നമ്മളതില്
സപ്പോർട്ട് ചെയ്യുക. കാരണം സപ്പോർട്ട് വളരും, വളരെ വളരണ്ടോ വളരും, അങ്ങനെ വളരണ്ട അല്ലെ, വളരണ്ടോ വളരെ തന്നെ ചെയ്യും. ആര് തടുക്കാൻ നോക്കിയിട്ടും കാര്യമില്ല. ഓന്റെ ഉള്ളിലൊരു ഫയർ ഉണ്ടാവും, ഉള്ളിലൊരു ആഗ്രഹം. അതെ അതെ അതെ, അവിടെ എത്തിയിരിക്കും. അതാണ് അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യും. അതെ അതെ അതെ, ആ ഒരു സ്പിരിറ്റാണ് നമ്മളെ ഓണ്ടർപ്രനേഴ്സിന് ഉണ്ടാവേണ്ടത്. ആ ഒരു നമ്മുടെ ഉള്ളിൽ ആ ഫയർ ഉണ്ടാവണം, നമ്മുടെ ലക്ഷ്യം വേണം. ആ ഫയർ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പ്രൊപ്പൽ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ആ നമ്മളെ ഗോള് നമ്മൾ ഡെയിലി നമ്മൾ കാണണം. അതെ അതെ അതെ, എനിക്ക് അവിടെ എത്തണം എന്നുള്ളത്. അതെ അതെ അതെ, നമ്മൾ വിഷ്വലൈസ് ചെയ്യണം എപ്പോഴും. ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് അവിടെ എത്താം. അല്ലാതെ നമ്മള് ഫ്രീ ആകുമ്പോൾ പോയിട്ട് ചെയ്യാം, അല്ല ഓർമ്മ വരുമ്പോൾ പോയിട്ട് ചെയ്യാം. അതെ അതെ, അത് കാര്യമില്ല. കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ കൺസിസ്റ്റൻസിയാണ് മെയിൻ സംഭവം. കൺസിസ്റ്റൻസി ക്യാൻ ബീറ്റ് ഇന്റൻസിറ്റി എന്നാണ്. അപ്പൊ നമ്മളെ ഒരു അപ്പുറത്തേക്ക് ഒന്നുമില്ല. അതെ അതെ അതെ, അത് സ്മോൾ ആണെങ്കിലും ഗ്രാജുവൽ ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഡെയിലി കറക്റ്റ്. അതെ, എനിക്ക് എന്താ പറയാ, എന്റെ ഫ്രണ്ട്സും അല്ല അങ്ങനത്തെ ആൾക്കാരൊക്കെ പറയാ, ഇടയ്ക്കൊക്കെ ഒന്ന് കറങ്ങാൻ പോയിക്കൂടെ, ഇടയ്ക്ക് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തൂടെ, ഇതന്നെ അല്ലെ വേറെ എന്തെങ്കിലും ബിസിനസ് ചെയ്തൂടെ, വേറെ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തൂടെ. എന്റെ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പല ആൾക്കാരും വരും. കാരണം ഞാൻ അത്യാവശ്യം അറിയപ്പെടുന്ന ആളാണ്. ഞാൻ ഒരു ബിസിനസ്സിലേക്ക് നിന്ന് കഴിഞ്ഞാൽ ഏകദേശം ആള് ഓൾറെഡി സേഫ് ആണ്. അതെ അതെ, പറയുന്ന കഴിഞ്ഞാൽ ആ ബിസിനസ്സിലേക്ക് ആളുകൾ വരും, അതിനകത്ത് ആൾക്കാർ വരും. അപ്പൊ എന്റെ ഒരു ഫേസ് അവിടെ വന്നാൽ ആ ബിസിനസ്സും ക്ലിക്ക് ആവും. അപ്പൊ ഒന്നും ചെയ്ത് മാറ്റി ചിന്തിച്ചൂടെ എനിക്ക് താല്പര്യമില്ല. ഞാൻ അറിയാത്ത കാര്യം ഞാൻ സ്ട്രൈറ്റ് ആണ്, നമ്മള് ആൻസർ സ്ട്രൈറ്റ് ആണ്. എനിക്ക് അറിയാത്ത കാര്യം ഞാൻ ചെയ്യൂല. അറിയുന്ന ഒരു കാര്യമുള്ളൂ, ഇത് മാത്രം. ഞാൻ ഇത് മാത്രമേ, അതിൽ ഏതൊക്കെ ലെവലിലേക്ക് ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ ചെയ്യും. ഏറ്റവും അവസാനം എവിടെയാണ് അവിടെ വരെ നമ്മൾ ഇതും കൊണ്ടുപോകും. അതാണ്, അതെ, നമ്മളെ ഒരു നിശ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാന്നുള്ളത്. കാരണം എല്ലാ കാര്യവും എല്ലാവർക്കും കൊടുക്കാവുന്ന ആൾക്കാർ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ വിശ്വസിച്ച ഒരു കാര്യം എന്ന് പറയാൻ, ഞാൻ ഇടയ്ക്ക് ആലോചിക്കും, ഇന്നിപ്പോ എന്തിനാണ് ഭൂമിയിലേക്ക് പറിച്ചത്, എന്നെ കൊണ്ട് ഇപ്പൊ എന്താ കാര്യം. അതെ, പിന്നെ ഞാൻ വിചാരിക്കും ഇതുപോലെ ആൾക്കാർ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോ ഞാൻ ആലോചിക്കും, ശരിക്കും ഇന്ന അല്ല പഠിച്ചത് ഉണ്ടാക്കിയത്. അതെ, ഈ ആളുകൾക്ക് ആരോഗ്യം നിലനിർത്താനും ആരോഗ്യം ഉണ്ടാക്കി കൊടുക്കും, അല്ല എനിക്ക് മസിൽ ഉണ്ടാക്കണോ അതിന് വേണ്ടിയല്ല ഞാൻ. കറക്റ്റ്, ഇതിലൂടെ നമ്മുടെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. എന്നെ കൊണ്ട് കുറെ ആൾക്കാർക്ക് ആരോഗ്യം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും, രോഗം മാറ്റി കൊടുക്കാൻ പറ്റും. ഇപ്പൊ ചില ഡോക്ടേഴ്സ് വിചാരിച്ചാൽ പോലും പറ്റാത്ത കാര്യങ്ങൾ വിചാരിച്ചാൽ നടക്കും, മറക്കും. അതെ അതെ, കാരണം ഡോക്ടേഴ്സ് പറഞ്ഞു കൊടുക്കാനും മരുന്ന് കൊടുക്കാനേ കഴിയുള്ളൂ. പക്ഷെ ഇത് ചെയ്യേണ്ട നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് ഈ രോഗം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പൊ എന്നെ അതിനായിരിക്കും വിട്ടത്. അപ്പൊ ഞാനത് അടിപൊളിയായി ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ ചെയ്തോളൂ. എനിക്ക് ഇവിടുന്ന് അല്ലെങ്കിൽ അവിടെങ്കിലും കിട്ടും. തീർച്ചയായും. അപ്പൊ ഇതേപോലെ നമ്മള് ഇപ്പം റംഷി ഇപ്പം നേരത്തെ പറഞ്ഞു, നമ്മൾ ഈ ലോക്കലിയുള്ള ആളുകൾക്ക് റംഷിന്റെ ജിമ്മിൽ വന്നിട്ട് റംഷിക്ക് അവർക്ക് വേണ്ട സപ്പോർട്ടൊക്കെ സർവീസും കൊടുക്കാൻ പറ്റും. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഞാൻ ഇപ്പൊ മനസ്സിലാക്കുന്നത് റംഷിയുടെ ക്ലയന്റ് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് വൈഡ് ആണ്. അല്ലെ, പുറത്തുള്ള US, UK ഇവിടെയുള്ള ആളുകളൊക്കെ റംഷിയുടെ സർവീസ് എടുക്കുന്നുണ്ട്. അപ്പം റംഷിയുടെ ആ ഒരു ഷിഫ്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ ഈ ഒരു ഓഫ്ലൈനിൽ നിന്നും ഒരു ഓൺലൈനിലേക്കുള്ള ഒരു ഷിഫ്റ്റ്, അതെങ്ങനെ വന്നു? അതേപോലെ തന്നെ അവിടെയുള്ള ആളുകളെ അവരുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ മാറി അവർ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വാവ് ഫീലിംഗ് ഉണ്ടല്ലോ, അപ്പൊ അതിനെ കുറിച്ചൊന്ന് ജസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യും.